ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനമായി ഒരിക്കൽ കൂടെ വരാൻ കർത്താവ് എന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതിനെ സ്തുതിക്കുന്നു. ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഇത് വിടുതലും അവരുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആക്കി മാറ്റുന്നതിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. വിശ്വാസമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് നമുക്ക് ദൈവസ്നേഹത്തെപ്പറ്റി ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇത് മെസ്സേജ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മെസ്സേജിലെ സത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഞാൻ വിശ്വാസത്തോടെ പറയുന്നത്, കേൾക്കുന്ന വചനം ഏറ്റെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആക്കി കർത്താവ് മാറ്റട്ടെ. ദൈവത്തിന് സ്തോത്രം. ആദ്യം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാം. നാം പ്രാർത്ഥിക്കാറുണ്ടോ? മിക്കവരും മിക്കവരും അതിന് യെസ് തന്നെ പറയുന്നതാണ് എനിക്ക് വിശ്വാസം. നാം ഉപവസിക്കാറുണ്ടോ? പലരും അതിന് മറുപടി യെസ് തന്നെ പറയും. നാം വചനം വായിക്കാറുണ്ടോ? ധ്യാനിക്കാറുണ്ടോ? ഓഫ് കോഴ്സ് ചെയ്യാറുണ്ട്. നാം ദൈവത്തെ ആരാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. മിക്കവരും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊരു ബൈബിൾ വിശ്വസിക്കുന്നൊരു സഭയുടെ അംഗമാണോ? മിക്കവരും ആയിരിക്കും. എല്ലാത്തിനും അപ്പുറമായിട്ട് വേറൊരു ചോദ്യം, എല്ലാം കൂടെ ഈ ചോദ്യങ്ങളെല്ലാം കൂടെ കൂട്ടിയൊരു ചോദ്യമായിട്ട് നമുക്ക് പറയാം. നാം നമ്മുടെ അറിവനുസരിച്ച് ദൈവിക കൽപ്പനകൾ മുഴുവനും അനുസരിക്കുന്നവരാണോ? മിക്കവാറും കേസിൽ ആൻസർ യെസ് ആയിരിക്കും. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് കർത്താവ് നമ്മോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വചനം ധ്യാനിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം. നാം നമ്മുടെ അറിവനുസരിച്ച് സകല ദൈവിക കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരിക്കാം. പക്ഷേ കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നുവോ? നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നുവോ? ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട്, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നുണ്ട്, നാം ഓട്ടോമാറ്റിക്കലി കർത്താവിനെ സ്നേഹിക്കണമെന്നില്ല. പക്ഷേ കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നു. ഇത് ഒരു ഡീപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്കിതിൻ്റെ ഡെപ്തിലോട്ട് നമുക്കിറങ്ങാം. ഇൻഫാക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, കർത്താവ് പത്രോസ് അപ്പോസ്തലനോട് ഇതേ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. അതേ ചോദ്യം കർത്താവ് നമ്മളോടും ചോദിക്കുന്നു: നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നു. നമുക്ക് വചനത്തിൻ പ്രകാരം ഈ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ ഒന്ന് റീഫ്രേസ് ചെയ്യാം. നാം എന്ത് കണ്ടു? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, അറിവനുസരിച്ച് സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നാം കർത്താവിനെ ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കണമെന്നില്ല. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു. അതാണ് കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം. ഇത് ബൈബിൾ പ്രകാരം ഈ ചോദ്യത്തെ ഒന്നുകൂടെ റീഫ്രേസ് ചെയ്ത് നമുക്ക് ചോദിക്കാം: നാം യഥാർത്ഥത്തിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ള ചോദ്യം ഒന്നുകൂടെ റീഫ്രേസ് ചെയ്യുക പറയാം. നാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, ഇതായിരുന്നു കർത്താവ് ആദ്യം കൊടുത്ത കൽപ്പന. ഞാൻ ആ റെഫറൻസിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇതാണ് കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം:
നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു? ബൈബിൾ പ്രകാരം ആ ചോദ്യത്തെ ഒന്നുകൂടെ റീഫ്രേസ് ചെയ്യാം. നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നു. നാം കണ്ടു, നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം, അറിവനുസരിച്ച് സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരിക്കും. പക്ഷെ ഇതെല്ലാം നാം ഒരുപക്ഷെ മിനിസ്ട്രി ചെയ്യുന്നവോ മിനിസ്ട്രിയിൽ ആക്റ്റീവായ ഒരാളോ ആയിരിക്കാം. പക്ഷെ ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് നാം ഓട്ടോമാറ്റിക്കലി കർത്താവിനെ സ്നേഹിക്കണമെന്നില്ല. അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എന്നെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഓ പ്രേസ്, എത്ര മനോഹരമായ വാക്യങ്ങൾ! ഇതിന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? നാം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമോ ആരാധിച്ചുകൊണ്ട് മാത്രമോ മിനിസ്ട്രിയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ട് മാത്രമോ നാം ഓട്ടോമാറ്റിക്കലി കർത്താവിനെ സ്നേഹിക്കണമെന്നില്ല. കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നാം യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നുവോ? നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കുന്നു. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുകയോ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവ് ദൈവസ്നേഹത്തെപ്പറ്റി വചനത്തിൽ വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാക്കാവുന്ന വിധം പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വചനപ്രകാരം നമുക്ക് പോകാം. വചനത്തിലെ ബുക്ക്, ഒരു പുസ്തകം, ഇപ്പം കോൺട്രവേഴ്സ്യൽ ബുക്കാണ് ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ ഒരു പുരുഷനും സ്ത്രീയും നമ്മളുടെ സ്നേഹത്തെപ്പറ്റി വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള സ്നേഹത്തെപ്പറ്റി ഒരു പ്രതീകമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. അപ്പം ദൈവസ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ പുസ്തകത്തിലോട്ട്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിലോട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ ചോദ്യം ഇതാണ്, ക്രിസ്ത്യയിലോട്ട് നമുക്ക് ഇറങ്ങാം. അപ്പം നാം നേരത്തെ ചോദിച്ചു, നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുവോ? നാം പൂർണ്ണ മനസ്സോടെ കർത്താവിനെ എന്നുള്ള ചോദ്യം ഒന്നുകൂടെ നമുക്ക് ഈ ബന്ധത്തിൽ നമുക്ക് ഒന്നുകൂടെ നമ്മോട് ചോദിക്കാം. ചോദ്യം ഇതാണ്: ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സ്നേഹത്താൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ സ്നേഹത്താൽ മത്തരായി തീർന്നതുപോലെ നാം കർത്താവിൻ്റെ സ്നേഹത്താൽ മത്തരായി തീർന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ചോദിക്കാം: ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി പ്രണയത്തിനാകും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനായിട്ട് പ്രണയത്തിനാകും. അവർ തൻ്റെ ലവറിൻ്റെ സ്നേഹത്താൽ അവർ മത്തരായിത്തീരും. ആ ഒരു സ്നേഹത്താൽ മത്തരായിത്തീരുമ്പോൾ ലോകത്തിലെ വേറൊന്നും അവർക്ക് മാറ്റർ ചെയ്യത്തില്ല. തൻ്റെ സ്നേഹിതൻ അല്ലെ സ്നേഹിതയുടെ സ്നേഹം മാത്രമേ അവർക്ക് മാറ്റർ ചെയ്യത്തുള്ളൂ. ആ ഒരു രീതിയിൽ നാം കർത്താവിൻ്റെ സ്നേഹത്തിൽ മത്തരായി തീർന്നിട്ടുണ്ടോ? പ്രസ്തുത മനോഹരമായ ചോദ്യം. ലോകത്തിലെ വേറൊരു കാര്യവും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നാം ദൈവസ്നേഹത്തിൽ മത്തരായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ചോദിക്കാം: ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സ്നേഹത്തെ, പുരുഷൻ സ്ത്രീയായിട്ട് പ്രണയത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് സ്ത്രീ പുരുഷനായിട്ട് പ്രണയത്തിലാകും, അവർ എൻ്റെ ലവറിൻ്റെ സ്നേഹത്താൽ അവർ മത്തരായിത്തീരും. ലോകത്തിലെ വേറൊരു കാര്യം അവരെ ബാധിക്കാത്ത രീതിയിൽ അവർ മത്തരായിത്തീരും. ആ രീതിയിൽ നാം ദൈവസ്നേഹത്താൽ മത്തരായി തീർന്നിട്ടുണ്ട്. ലോകത്തിലെ വേറൊരു കാര്യവും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ
നാം ദൈവസ്നേഹത്തിൽ മത്തരായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്ര മനോഹരമായ ഒരു വാക്ക്. ഇതിനോട് ബന്ധപ്പെട്ട ഉത്തമഗീതത്തിൽ തന്നെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 9-ാം വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തയെ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരി, എൻ്റെ കാന്തയെ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവിനോട് ഹൃദയത്തിന് പറയാമോ, കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ മത്തരായിത്തീർന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു പറയാൻ നോക്കുമോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു വാക്ക്. ഒരു പുരുഷൻ സ്ത്രീയുടെ സ്നേഹത്താൽ, സ്ത്രീ പുരുഷന്റെ സ്നേഹത്താൽ മത്തരായി തീർന്നത്, അവളുടെ ഹൃദയം അപഹരിക്കത്തതുപോലെ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായി തീർന്നു. കർത്താവ് നമ്മുടെ ഹൃദയം അപഹരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, പുരുഷൻ സ്ത്രീയായിട്ട് പ്രണയത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ പ്രണയത്തിലാകും, അവരുടെ അന്യോന്യ ഒരു സ്നേഹത്താൽ മത്തരായിത്തീർന്ന് അവരുടെ ഹൃദയം അപഹരിക്കുന്ന പോലെ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായിത്തീർന്ന് അവൻ നമ്മുടെ ഹൃദയത്തെ അപഹരിച്ചിട്ടുണ്ടോ? ഇതാണ് കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം. ഓ പ്രൈസ് ദി ലോർഡ്, ദൈവ സ്നേഹത്താൽ നാം മത്തരായിത്തീർന്നിട്ടുണ്ടോ? കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനായി അപഹരിച്ചിട്ടുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാൻ പറയട്ടെ, ഒരു പുരുഷൻ സ്ത്രീയായിട്ട് അഗാധ പ്രണയത്തിലാ, ഹൃദയം അപഹരിക്കപ്പെട്ട് ലോകത്തിലെ വേറൊന്നും പുള്ളിക്ക് മാറ്റർ ചെയ്യാൻ ബാധിക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ, അതുപോലെ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായി തീർന്ന് അവൻ നമ്മുടെ ഹൃദയം മുഴുവനും അപഹരിച്ചിട്ടുണ്ടോ? ദൈവാത്മാവിന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയുമായിരിക്കും അതിന് ആൻസർ യെസ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൃദയം അനേക കാര്യങ്ങളാലാണ് അപഹരിക്കപ്പെട്ടേക്കുന്നത്. ഈ ലോകത്തിലെ നന്മകൾ ഒരു ഭാഗം അപഹരിച്ചിട്ടുണ്ടായിരിക്കാം, വേറൊരു വ്യക്തി ഒരു ഭാഗം അപഹരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവ് മാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനാണ്. ഒരു പുരുഷൻ സ്ത്രീയായിട്ട് പ്രണയത്തിലാകുമ്പോൾ ആ പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനുമായിട്ട് അപഹരിക്കുന്നത് പോലെ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായി കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനും അപഹരിച്ചിട്ടുണ്ടോ? അതോ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം മാത്രമുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഈ ലോകത്തിലെ നന്മ, ഈ ലോകത്തിലെ പ്രശസ്തി, ഈ ലോകത്തിൽ ഇതുമായിട്ടാണ് നാം ഇരിക്കുന്നത്? കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ദൈവസ്നേഹത്താൽ നാം മത്തരായി തീർന്ന് കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനും അപഹരിച്ചിട്ടുണ്ടോ? കർത്താവ് മാത്രമാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തൻ. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പലപ്പോഴും നാം കർത്താവിനെ സ്നേഹിക്കുന്ന പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയം അപഹരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നാം സ്നേഹിക്കുന്ന കർത്താവിനെയല്ല, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, കർത്താവിന് കിട്ടുന്ന നന്മ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്വമായ പ്രതിഫലവുമാകുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്ക്. ഞാൻ നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ തരുന്ന അനുഗ്രഹങ്ങൾ എന്നല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരാൻ പോകുന്ന ദേശം എന്നല്ല പറയാം, ഞാൻ നിനക്ക് തരാൻ പോകുന്ന ജാതി എന്നല്ല, ഞാൻ നിനക്ക് തരാൻ പോകുന്ന സന്തതി എന്നല്ല പറഞ്ഞു. ഇതൊന്നും കർത്താവ് തരത്തില്ല. കർത്താവ് നമ്മളെ അതിസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്ത. പക്ഷെ കർത്താവിൻ്റെ എല്ലാത്തിനുപരിയായിട്ട് ഞാൻ നിന്റെ അതിമഹത്വമായ പ്രതിഫലം, ഞാനാകുന്നു നിന്റെ പ്രതിഫലം, ഞാനാകുന്നു നിന്റെ എല്ലാം. അതുപോലെ നമുക്ക് പറയാം, കർത്താവെ, അങ്ങ് മാത്രം എൻ്റെ ഹൃദയം അപഹരിക്കണമെന്ന് പ്രാർത്ഥി. അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനായി വാഴ്മാറാണ് പ്രാർത്ഥിക്കും. ഇന്ന് ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനും അപഹരിച്ചിട്ടുണ്ടോ? ഒരു പുരുഷൻ സ്ത്രീ, ഒരു രണ്ട് ലവേഴ്സ് ലവിലാകുമ്പോൾ അവരുടെ ഹൃദയം മുഴുവനായിട്ട് അന്യോന്യം അപഹരിക്കപ്പെട്ട് ലോകത്തിലെ വേറെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായി തീർന്ന് അത് കർത്താവ് മാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനാണ്. കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനും അപഹരിച്ചിട്ടുണ്ടോ? അതോ കർത്താവ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയോ? ഹോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ദൈവദാസനെ പറ്റിയുള്ളൊരു എക്സ്പീരിയൻസ് പറയുന്ന യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരെയല്ല, DGS ദിനകരൻ ബ്രദറിനെ പറ്റിയാണ്. അദ്ദേഹം ഒരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആത്മാവിലാണോ ശരീരത്തിൽ എനിക്കറിയത്തില്ല, അദ്ദേഹം പെട്ടെന്ന് സ്വർഗത്തിലോ എടുക്കപ്പെട്ടായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി.
അദ്ദേഹത്തിന് പിതാവാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ഉള്ള അവസരം കിട്ടി. അദ്ദേഹം പറയുന്ന തിമോത്തിയോസിന്റെ ലേഖനത്തിൽ എഴുതിയേക്കാണ്, പിതാവാൻ ദൈവത്തിന് ഭയങ്കര ലൈറ്റാണ്, നമുക്ക് അടുത്ത് നിൽക്കാനേ ഒക്കത്തുള്ളൂ, ഒരു പരിധിക്കപ്പുറം നിൽക്കാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന വിഷയം എന്നിൽ 9 പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും ജ്വലിച്ച് തുടങ്ങും, ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം. അദ്ദേഹം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം സ്വർഗത്തിലോട്ട് എടുക്കപ്പെട്ടത്. അപ്പം ഞാനെപ്പോഴും യൂട്യൂബിൽ ബെന്നിഹിൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഭയങ്കര ലൈറ്റ് അവസാനം പിതാവാന്തേ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് കൃപാവരങ്ങളെ വേണോ എന്നെ വേണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങേ മതി. ദൈവം സന്തോഷിച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. പിന്നെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നതായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് അദ്ദേഹം പറഞ്ഞു, ആ ദിവസം തൊട്ട് സകല കൃപാവരങ്ങളും എന്നിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ചോദ്യം ഇതാണ്, നാം അവനെയാണോ സ്നേഹിക്കുന്നത്? അവൻ മാത്രമാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തം? 2 പേർ, ഒരു പുരുഷനും സ്ത്രീയും പ്രേമത്തിലാവുമ്പോൾ അവരുടെ ഹൃദയം അപഹരിക്കപ്പെട്ട് അവരുടെ ഹൃദയത്തിൽ അന്യോന്യം അവരുടെ ലവേഴ്സ് മാത്രമായി തീരും. ലോകത്തിലെ വേറൊരു കാര്യവും അവരെ ബാധിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മാത്രമായിരുന്നു. അവൻ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തൻ. അവൻ മാത്രം നമ്മുടെ ഹൃദയം അപഹരിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ലോകം സെലിബ്രേറ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ ഹ്യൂമൻ ലവ് നിൽക്കണമെന്നില്ല. ഹ്യൂമൻ ലവ് കുറച്ച് നേരം പോവാതൊക്കെ ചെയ്യാം. പക്ഷെ നാം ദൈവസ്നേഹത്താൽ ഭക്തരായി തീർന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ സ്നേഹത്താൽ നാം ഭക്തരായി തീർന്നു. കർത്താവ് മാത്രമാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തൻ? കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനായി, കർത്താവ് നമ്മുടെ നാം ദൈവസ്നേഹത്താൽ കർത്താവായിട്ട് അത്രയധികം പ്രേമത്തിലായി ലോകത്തിലെ വേറൊരു കാര്യവും നമ്മളെ ബാധിക്കാത്ത രീതിയിലായി. നമുക്കിതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നല്ല, ദൈവാത്മാവ് എഴുതിയേക്കും, പൂർണ്ണ ജയം പ്രാപിക്കും. പിന്നെ എഴുതിയിരിക്കുന്ന മരണത്തിനോ വേറെന്നോ ജീവനോ ദൂതന്മാർക്കോ എല്ലാത്തിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വേറൊരു ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നാം കർത്താവായ അതീവ പ്രണയത്തിലാവുമ്പോൾ, ലോകത്തിലെ മനുഷ്യർ തന്നെ ഒരു പുരുഷനും സ്ത്രീയും വളരെയധികം പ്രണയത്തിലാവുമ്പോൾ ലോകത്തിലെ വേറൊന്നും അവർക്ക് മാറ്റർ ചെയ്യത്തില്ല. അതുപോലെ നാം ദൈവസ്നേഹത്താൽ മത്തരായി കർത്താവ് മാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനെ, കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവൻ അപഹരിച്ചാൽ ലോകത്തിലെ വേറൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നാം സകല വിഷയത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി തീരും. കാരണം കർത്താവിൻ്റെ സ്നേഹത്താൽ നാം മത്തരായി. മഹൽ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിനെ വെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈ വെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈ വെടിഞ്ഞു.
ദൈവസ്നേഹത്താൽ നാം മത്തരായിട്ടുണ്ടോ? കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചിട്ടുണ്ടോ? ലോകത്തിലെ മനുഷ്യൻ ഒരു പുരുഷനും സ്ത്രീയും പ്രണയത്തിലായി അവർ സ്നേഹത്തിൽ മത്തരായിട്ടെന്ന് ഒന്നും ബാധിക്കാത്ത രീതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ മത്തരായിത്തീർന്ന് നാം എത്രയധികം മുന്നോട്ട് പോകണം. കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചിട്ടുണ്ടോ? അതോ കർത്താവ് ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയോ? മറ്റു ഭാഗത്ത് ഈ ലോകത്തിലെ നന്മകൾ, ഈ ലോകത്തിലെ പ്രശസ്തി, ഈ ലോകത്തിലെ പേര്, ഈ ലോകത്ത് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്ന രീതിയിലായിപ്പോയോ? അതോ ഈ ലോകത്തിലെ നന്മകളാൽ മാത്രം കർത്താവ് നമ്മളെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചിട്ടുണ്ടോ? കർത്താവ് മാത്രമാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തൻ? ഒരു കാര്യം കൂടെ, നമ്മൾ എന്തൊക്കെ കണ്ടു? കണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നാം പ്രാർത്ഥിച്ചത് കൊണ്ടോ, വചനം വായിച്ചത് കൊണ്ടോ, ആരാധിച്ചുകൊണ്ടോ, മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ടോ മാത്രം നാം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണമെന്നില്ല. നാം അതിൻ്റെ റെഫറൻസ് 1:13 കണ്ടു. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങി അത് മനസ്സിലാക്കാൻ വേണ്ടി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ, സ്നേഹത്തെപ്പറ്റി നാം ആലോചിച്ചു. നാം ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഒരു പുരുഷനും സ്ത്രീയും അതീവ പ്രണയത്തിലായി ലോകത്തിൽ അവർ ഒന്നും ഒരു ബാധിക്കത്തില്ല, അവരുടെ ഹൃദയത്തിൽ വേറെ ഒന്നും കാണത്തില്ല. നമ്മൾ വലിയ പ്രേമത്തിൽ അവരടുത്ത് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകാണ്. അവരുടെ ഹൃദയത്തിൽ അത് കയറത്തിലാണ്, അവരുടെ ഹൃദയത്തിൽ അവർ പ്രേമിക്കുന്ന ആളെ കാണത്തുള്ളൂ. അതുപോലെ ദൈവസ്നേഹത്താൽ നാം മത്തരായി കർത്താവ് മാത്രമാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തൻ? കർത്താവ് നമ്മുടെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചുവോ? അതോ കർത്താവ് ഒരു ഭാഗത്തോട്ട് വേണ്ടി അനേക പ്രേമകാന്തന്മാരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ട് പേർ, പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെ അതീവ പ്രണയത്തിലാണ്. അവരെ പിന്നെ വേർപിടിപ്പാൻ കഴിയാത്തൊരു സ്റ്റേജാണ്. അവരെ ലോകത്തിൽ എന്ത് ചെയ്താലും അവരെ വേർപിടിപ്പാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. നാമും കർത്താവും തമ്മിൽ അതീവ പ്രണയത്തിലായാൽ അതേ ഒരു സ്ഥിതിയിലോട്ട് നമുക്ക് വരാം. അതിനോട് ബന്ധപ്പെട്ട ഒരു വേദഭാഗമാക്കിയ അപ്പോസ്തലപ്രവൃത്തി 20:22-23 വാക്യം. ഇപ്പോൾ ഇതോ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എത്ര മനോഹരമായൊരു വാക്ക്! ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകും. എന്താണത് അർത്ഥമാക്കുക? പൗലോസിൻ്റെ ഉള്ളിലുള്ള ആത്മാവും ദൈവാത്മാവും ബന്ധിക്കപ്പെട്ടവരാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞ പൗലോസ് കർത്താവുമായി അതിഭയങ്കര പ്രണയത്തിലായി. അവർ വേർപിടിപ്പാൻ കഴിയാത്തൊരു പ്രണയത്തിലായി. പൗലോസിന് ദൈവഹിതം ചെയ്യുമല്ലാതൊരു ഓപ്ഷൻ പൗലോസിൻ്റെ മുമ്പിലില്ല. കാരണം അദ്ദേഹം കർത്താവുമായി അത്ര പ്രണയത്തിലായിരുന്നു. വേർപിടിപ്പാൻ കഴിയാത്തൊരു പ്രണയത്തിലായിരുന്നു. ദൈവഹിതം ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കാരണം കർത്താവുമായിട്ട് അതിഭയങ്കര പ്രണയത്തിലായി. കർത്താവിനെ വേർപിടിച്ച് വേറൊരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമല്ലാത്തൊരു സ്ഥിതി. കാരണം കർത്താവായിട്ട് അദ്ദേഹം അത്ര തീവ്ര പ്രണയത്തിലായിപ്പോയി. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ മനോഹരമാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ് നമ്മൾ വായിച്ചാൽ അറിയാം. അഗാബസ് എന്നൊരു പ്രവാചകൻ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞ് പൗലോസിനെ ബെൽറ്റ് വെച്ച് ഇങ്ങനെ കെട്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും അദ്ദേഹത്തിന് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. കാരണം കർത്താവായിട്ട് അതിതീവ്ര പ്രണയത്തിലായി ഒരു ഇൻസെപ്പറബിൾ രീതിയിൽ പൗലോസ് ആയിക്കഴിഞ്ഞു. പൗലോസിന് ദൈവഹിതം ചെയ്തേ പറ്റത്തുള്ള. കാരണം കർത്താവുമായിട്ട് അതിതീവ്ര പ്രണയത്തിലായി ഒരു ഇൻസെപ്പറബിൾ രീതിയിൽ അദ്ദേഹം ആയിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എല്ലാം, പക്ഷെ അദ്ദേഹത്തിനെ ഒന്നും ബാധിക്കത്തില്ല. കാരണം കർത്താവുമായിട്ട് അതിതീവ്ര പ്രണയത്തിലായി. ദൈവഹിതം ചെയ്യല ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് മുമ്പിലില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ആ ഭാഗങ്ങൾ വായിച്ച് ഞാൻ വായിക്കുന്നതിന് പക്ഷേ വളരെ ക്ലിയറായിട്ടാണ് കാണാം. പട്ടണം തോറും ദൈവാത്മാവ് സാക്ഷ്യങ്ങളുണ്ട്. ബന്ധനങ്ങളും കഷ്ടങ്ങളും നിന്നെ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന് വേണം പോകാതിരിക്കാൻ ഈസി ആയിട്ട് പറ്റും. അനേരം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പക്ഷെ കർത്താവായിട്ട് അതിതീവ്ര പ്രണയത്തിലാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും ഒന്നും അദ്ദേഹത്തിന് മാറ്റർ ചെയ്യുന്നില്ല. കാരണം കർത്താവുമായിട്ട് അദ്ദേഹം അതിതീവ്ര പ്രണയത്തിലായി. ഒരു ഇൻസെപ്പറബിൾ മോഡ്. നമ്മളെപ്പറ്റി അങ്ങനെ പറയാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവുമായിട്ട് അതിതീവ്ര പ്രണയത്തിലായി ഒരു ഇൻസെപ്പറബിൾ രീതിയിൽ നമ്മളായി കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആ ദൈവസ്നേഹത്തിൽ അത്രയധികം വളർന്നിട്ടുണ്ടോ? കർത്താവുമായിട്ട് ഇൻസെപ്പറബിളായിട്ട് രീതിയിൽ അവൻ്റെ ഹിതം ചെയ്യുവാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിൽ നമ്മളായിക്കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പുറമേ ആത്മീയനാണ്. പുറമേ കണ്ട എല്ലാം മിനിസ്ട്രിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൈയടിച്ചാരാധനയുണ്ട്, ഉറക്ക ബൈബിൾ വാചനയുണ്ട്, ബൈബിൾ വചനങ്ങളും മൊത്തം അറിയാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവത്തെ സ്നേഹിക്കണം. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, അവൻ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്ത്. ദൈവസ്നേഹത്താൽ നാം ഭക്തരായി തീർന്നു. ലോകത്തിലെ വേറൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളായിക്കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നിറഞ്ഞിരിക്കുന്നു. കർത്താവ് മാത്രം നമ്മുടെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചു. അതോ കർത്താവ് ഒരു ഭാഗത്തോട്ട് ഒതുങ്ങിപ്പോയ? ദൈവസ്നേഹത്താൽ നാം ഭക്തരായിട്ട് കർത്താവുമായിട്ട് ബന്ധിക്കപ്പെടുന്നു. ദൈവഹിതം ചെയ്യുകയല്ലാതെ വേറൊരു ഓപ്ഷനില്ലാത്ത ദൈവഹിതം ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ എന്നൊരു ലെവലിൽ നമ്മളായിക്കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മളായിക്കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിൽ കർത്താവ് ഒതുങ്ങിപ്പോയി. മറ്റു ഭാഗത്ത് ഈ ലോകത്തിലെ നന്മ, ഈ ലോകത്തിലെ പ്രശസ്തി, ഈ ലോകത്തിലെ വലിയ ആളാണ്. കർത്താവ് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്ത്. അവൻ മാത്രം നമ്മുടെ ഹൃദയം മുഴുവനുമായി അപഹരിച്ചു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മെസ്സേജ് പറയാൻ അടിയനെ ബലപ്പെടുത്തിയതിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങ് മാത്രം അടിയൻ്റെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനായി വാഴ്മാറാണെ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ദൈവസ്നേഹമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്ത്. കർത്താവ് മാത്രം മുഴുവനായി നമ്മുടെ ഹൃദയം അപഹരിച്ചിട്ടില്ല. കർത്താവ് ഒരു ഭാഗത്തോട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ ദൈവസ്നേഹത്താൽ നാം ഭക്തരാകട്ടെ. ദൈവസ്നേഹത്താൽ നാം മുഴുവനായി നിറയട്ടെ. കർത്താവ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തെ മുഴുവനായി അപഹരിക്കുവാനാണ് എപ്പോഴാണ്. അങ്ങ് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രേമകാന്തനായി മാറുമാറാണ്. പൗലോസിനെ പോലെ അങ്ങേയായിട്ട് ഇൻസെപ്പറബിൾ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കാൻ സ്ഥിതിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചിരിക്കുക. നന്ദി പറയുന്നു. എല്ലാം നസ്രാനെ യേശു ക്രിസ്തുവിനാൽ തന്നെ ആണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.